ഹലോ ഗൈസ്, കല്യാണം കഴിഞ്ഞിട്ട് എവിടൊക്കെ യാത്ര പോകുമെന്ന് ഇങ്ങനെ കുറേ ചിന്തിച്ചിരിക്കണം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ ചിക്കമംഗ്ലൂർക്ക് ചിക്കമംഗ്ലൂർ വിട്ടിട്ട് അവിടെ അടിപൊളി അടിച്ച് പൊളിച്ച് സെറ്റായി കഴിഞ്ഞപ്പോൾ ഇനി അടുത്തത് എങ്ങോട്ട് പോകും അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്നാൽ നമുക്ക് മസനഗുഡി വഴി ഊട്ടിക്ക് വിട്ടാലോ അങ്ങനെ ഒരു തിങ്കിങ് വരുന്നത്. ചിന്തിച്ചതേ ഉള്ളൂ, എന്നാൽ പിന്നെ പോയേക്കാം അത്ര തന്നെ വിചാരിച്ച് ഞങ്ങളങ്ങ് വിട്ടു. അങ്ങനെ ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. എല്ലാ വ്യൂവും അടിപൊളിയായിരുന്നു. അതായത് ഒരു മഴ പെയ്യാനുള്ള ഒരു ക്ലൈമറ്റിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് പച്ചപ്പായിട്ടുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, നല്ലൊരു, അതും ബൈക്കിൽ രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോൾ റൊമാൻറ്റിക് അത് തന്നെ. അപ്പോൾ അതേ നമ്മൾ മാനിനെ കണ്ടു. ഇത് ജസ്റ്റ് ഒരു ചെറിയ പോർഷനേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ആ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം മാന ഇങ്ങനെ കൂട്ടത്തോടെ ഒരു പുല്ല് തിന്നാൻ വേണ്ടി വരുന്ന കണ്ടു. പിന്നെ നമ്മൾ കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ പോകുന്ന വഴി. പക്ഷെ മെയിനായിട്ട് നമ്മൾ ആ യാത്ര പോകുമ്പോൾ കൂടുതലും ആ ടൈം ഉണ്ടായിരുന്ന മാനായിരുന്നു. അത് മഴ പെയ്തിട്ട് ആ ഒരു തോർന്ന ടൈം ആയതുകൊണ്ടെന്ന് തോന്നുന്നു എല്ലാം പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റൂട്ട് ശരിക്കും അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഊട്ടിയിലെത്തുന്നത് ഈവനിങ് ഒരു 6:30-7 മണി ആ ടൈമൊക്കെ ആയി. അപ്പം റൂമൊക്കെ കണ്ടുപിടിച്ചെത്തിയപ്പോഴത്തേക്ക് ആ ടൈം ആയായിരുന്നു. പിന്നെ ഞങ്ങൾ നൈറ്റ് റെസ്റ്റ് എടുത്തിട്ട് പിറ്റേന്ന് കിന്നക്കോരയ്ക്ക് വിടാമെന്ന് വിചാരിച്ചു. കിന്നക്കോര നമ്മൾ ഈ റീൽസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ മെല്ലെ, അതായത് ഡെസ്റ്റിനേഷൻ മെയിനാക്കി വെക്കാതെ ജസ്റ്റ് റെസ്റ്റ് എടുത്ത് മെല്ലെ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് എന്താണ്, ഓരോ സ്ഥലം എത്തുമ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കുക, അതായിരുന്നു ഞങ്ങളുടെ ഒരു ഇത്. സ്ഥലം തണുപ്പ് അത്ര ഉണ്ടായിരുന്നില്ല, കാരണം മെയ് മാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. തണുപ്പുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സിനിമയിലൊക്കെയുള്ള ഫേമസ് ആയിട്ടുള്ള നമ്മുടെ റെയിൽവേ പാളമില്ലേ, അതിൻ്റെ പേരെന്തായിരുന്നു, അതിൻ്റെ അടുത്തായിരുന്നു. സോ അവിടെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ്. ഒരു ട്രെയിൻ പോകുന്നത്, നമ്മളധികം അവിടെ നിന്നില്ല, കാണാൻ വേണ്ടി നിന്നില്ല, ജസ്റ്റ് പോയപ്പോൾ ഉള്ള കുറച്ച് ഇതെടുത്തു എന്നേ ഉള്ളൂ. ലവ് ഡേറ്റ് അത് തന്നെ കിട്ടി പേര് കിട്ടി. അപ്പോൾ നമ്മൾ കാണുമ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മഞ്ഞിലൊക്കെ കാണുമ്പോഴായിരിക്കും ആ ഒരു ഭംഗി സിനിമയിലൊക്കെ കാണുന്ന ഒരു നമുക്ക് ഫീൽ കിട്ടുള്ളൂ തോന്നുന്നു. എന്നാലും കുറച്ച് നേരം അതിങ്ങനെ കണ്ട് ബൈക്കിൽ മെല്ലെ അങ്ങ് പോയി. പിന്നെ നമ്മൾ കിന്നക്കോരയ്ക്കുള്ള റൂട്ടായിരുന്നു. മെല്ലെ സംഭവം കിന്നക്കോര എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ പോകണം. ഇത് അവിടെ എത്തിയിട്ടില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത്. അങ്ങനെ പോയി നമ്മളൊരു സ്പോട്ട് എത്തിയപ്പം ജസ്റ്റ് എന്നാൽ നിർത്താം, എന്നിട്ട് ഇവിടെ കൂടെ കുറച്ച് നടക്കാം, ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ ചോദിച്ചാൽ അവിടെ നിന്ന് എന്താണ് ആളെന്നോട് അതിൻ്റെ പൊക്കത്തിൽ കൂടെ നടക്കുക, നമുക്ക് കുറച്ച് ഇതെടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ നടക്കുന്നതാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയിട്ടോ. അവിടെ നിന്ന് പിന്നെ പുറപ്പെട്ടിട്ട്, അതായത് ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് പോന്നിട്ട് ശരിക്കും അത്യാവശ്യം ദൂരം ഉണ്ട്. പക്ഷേ ഈ പോകുന്ന റൂട്ടൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാവും. വ്യൂ ആണെങ്കിൽ എന്താ പറയുക, മൊത്തം ഫുള്ള് ഗ്രീനാണ് സംഭവം. നമുക്ക് മൊത്തത്തിലൊരു വന്നത് എന്തായാലും നന്നായി എന്നൊരു ഫീലല്ലാതെ വേറെ തോന്നില്ല. പിന്നെ നമ്മൾ ആ ഫോറസ്റ്റിലോട്ടൊക്കെ മെല്ലെ കടന്നു, മെല്ലെ ആ റൂട്ടിലോട്ട് നമ്മൾ എത്തി. പിന്നെ നിങ്ങളീ കാണുന്നത് എൻ്റെ ഡിയർ ഹസ്ബൻഡിൻ്റെ സ്നേഹപ്രകടനങ്ങളാണ്. പൂ പറിക്കുന്നു, മെല്ലെ കൊണ്ടുത്തരുന്നു, എന്നോടത് വാങ്ങാൻ പറയുന്നു. അതിൻ്റെ ചെറിയ നമ്മൾ എന്താണ് കപ്പിൾസിൻ്റെ ചെറിയ റൊമാൻസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളീ കാണുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ. ഇനിയുണ്ട് കേട്ടോ ഞങ്ങൾ ആ ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിൽ കൂടെ പോയ കഥകൾ, പിന്നെയുമുള്ള കുറച്ച് റൊമാൻറ്റിക് മൊമെൻറ്റ്സ്, അത് അടുത്ത പാർട്ടിൽ പറയാം.